ഹലോ ഗേസ് ടി കെ ഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലോട്ടാണ്. വേറെങ്ങുമല്ല, ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഞാൻ പോകുന്നത് കോഴഞ്ചേരി വഴിയാണ്. കോഴഞ്ചേരിയിലെ മനോഹരമായിട്ടുള്ളൊരു പാലമാണ് ഈ കാണുന്നത്. ബാക്കി സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എങ്ങനെ വരണമെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പം നമ്മൾ കാണുന്നത് കോഴഞ്ചേരിയിലെ പഴയ പാലവും പുതിയ പാലമാണ്. ഇപ്പം പുതിയ പാലത്തിൻ്റെ പണി കുറച്ചൊക്കെ ആയിട്ടുള്ളത്. കുറേ നാളുകൊണ്ട് വർഷങ്ങൾ തൊട്ടേ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതുവരെ ബാക്കി കംപ്ലീറ്റ് പണിയൊന്നും നടന്നിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് കാണാനെ കൊണ്ട് നമുക്ക് നല്ല രസമാണ് കേട്ടോ, നല്ല വ്യൂസാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ ആറന്മുളയിലെത്തി. ഇപ്പം നമ്മൾ നിൽക്കുന്ന മെയിൻ റോഡ് എന്ന് പറയുന്നത് നേരെ പോകുന്നത് ചെങ്ങന്നൂരോട്ടാണ്. നമ്മൾ ഈ വലത്തോട്ട് കിടക്കുന്ന ഈ ചെറിയ ഇട റോഡ് വേണം കയറിക്കൊണ്ട് അമ്പലത്തിലോട്ട് പോകാനൊക്കെ. ഈ റോഡ് നേരെ ചെല്ലുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള പഞ്ചായത്തിൽ പമ്പാ നദിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട വഴിയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് കോഴഞ്ചേരി പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് തന്നെ ആറന്മുള ചെങ്ങന്നൂർ മെയിൻ റോഡുണ്ട്. അതുവഴി നമുക്ക് അമ്പലത്തിലോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത്. നല്ല നിരപ്പ് റോഡായതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് തന്നെ നമുക്ക് അമ്പലം കാണാൻ സാധിക്കും. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇനിയും ഭഗവാൻ സമർപ്പിക്കാനും കൊണ്ട് ഒരു മാല മേടിക്കണം. മാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശാദിപാദം മാല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കേശാദിപാദം മാല. അമ്പലത്തിനകത്തും പുറത്തും നമുക്ക് ഈ മാല ലഭ്യമാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ മേടിച്ചത് പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് അമ്പലത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കേശാദിപാദം മാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസിയിലകളാൽ തീർത്ത മാലയും അതുപോലെ തന്നെ 6 അടിയിലധികം നീളവും അതോടൊപ്പം തന്നെ ഒരു താമരപ്പൂവും കൂടെ അടങ്ങിയതാണ് ഈ മാല. അങ്ങനെ മാലയൊക്കെ മേടിച്ചു. ഇനി നമ്മൾ നേരെ അമ്പലത്തിലൂടെ കയറാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം കാണുന്നത് കിഴക്കേനടയാണ്. കിഴക്കേനട വഴിയാണ് നമ്മളിപ്പം കയറുന്നത്. പടിഞ്ഞാറൻ നട അപ്പുറത്താണ്. അത് നമ്മൾ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് പടിഞ്ഞാറൻ നടയൊക്കെ എന്തായാലും കാണാം. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പൊതുവേ തിരക്ക് കുറവാണ്. അങ്ങനെ അതേണ്ട പടിയൊക്കെ ചവിട്ടി ഗോപുരത്തിൻ്റെ അകത്തൂടെ ഭഗവാന്റെ തിരുമുമ്പിൽ എത്തിയിരിക്കുകയാണ്. ആനക്കോട്ടയിൽ കയറുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള തൂണുകളും അതുപോലെ തന്നെ തൂണയിൽ പണി കഴിപ്പിച്ച ശില്പങ്ങളും നമുക്ക് കാണാം. ഇനിയിപ്പം തൊഴാൻ വേണ്ടി അകത്തോട്ട് കയറുവാണ്. ഇനി തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ തന്നെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വെളിയിലിറങ്ങി. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭഗവാനെ അധികം നേരം ഒത്തിരി സമയം അവിടെ നിന്നിട്ട് നല്ലപോലെ തന്നെ കണ്ടു തൊഴാൻ സാധിച്ചു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ടൊന്ന് അറിഞ്ഞാലോ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. എന്നിരുന്നാലും ഭഗവാന്റെ 9ാം അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ഗുരുവായൂർ അമ്പലത്തിലെ പോലെ തന്നെ സമാനമായ ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടുത്തേതും. തിരുവാറന്മുളയപ്പൻ എന്നാണ് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ വിഗ്രഹത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ഇവിടെയാണ്. ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഇതാണ് അമ്പലത്തിൻ്റെ വടക്കേ നടയെന്ന് പറയുന്നത്. ഇതുവഴി അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നതും പോകുന്നതും കിഴക്കേ നടയിൽ കൂടെയാണ്. അതുപോലെ തന്നെ തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ്. എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. വള്ളംകളി നടക്കുന്ന വള്ളക്കടവൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കടവിലോട്ട് പോകാം. നമ്മളിപ്പം കാണുന്നത് ഉച്ചശീവേലിയാണ്. അങ്ങനെ കുറേ നേരം ഉച്ചശീവേലിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ഇടത്ത് സൈഡിലായിട്ട് ശ്രീകോവിലിൻ്റെ പുറത്തായിട്ട് ബലരാമൻ്റെ ക്ഷേത്രം കൂടിയുണ്ട്. നമ്മളിപ്പം കാണുന്നതാണ് ബലരാമൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലായിട്ട്, അതായത് കുഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വേണം ബലരാമ ഭഗവാനെ നമ്മൾ കാണാനെ കൊണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ സമനിരപ്പാണ്. എങ്കിൽ പോലും ബലരാമദേവൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ഉള്ളിലായിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു ഐഡിയയും എനിക്കറിയില്ല. വേറെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ചുറ്റമ്പലത്തിലെല്ലാം തൊഴുതു. അത് കഴിഞ്ഞിട്ട് ബലരാമഭദ്രനെയും കണ്ടു തൊഴുതു. ഇനി നമ്മൾ വള്ളക്കടവിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വള്ളസദ്യയൊക്കെ നടക്കുന്നത് ഈ കെട്ടിടത്തിൽ വെച്ചിട്ടാണ്. വള്ളസദ്യയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ 1-2 വള്ളസദ്യ കഴിച്ചിട്ടുണ്ട്. വഞ്ചിപ്പാട്ടൊക്കെ പാടി ഒരുപാട് കൂട്ടാനൊക്കെ കൂട്ടി എന്ത് രസമാണെന്നറിയാം. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് വള്ളസദ്യ കഴിക്കുന്നത്. അടുത്ത വള്ളസദ്യ ഉടനെ തന്നെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ഷെഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിന് ഒരുപാട് ജോലിക്കാരവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ വള്ളക്കടവ് എന്ന് പറയുന്നത്. എന്ത് രസമാണെന്നറിയാം കാണാനൊക്കെ ഉണ്ട്. വൈഫാണെങ്കിൽ നേരത്തെ തന്നെ കടവിലോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ കുറച്ച് പുറകെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ കുറച്ച് ലേറ്റായി. എന്ത് രസമാണെന്നറിയാം ഇവിടെ നിൽക്കുമ്പോൾ കാണാനൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്രട്ടാതി വള്ളംകളി അതുപോലെ തന്നെ ആറന്മുള വള്ളംകളിയൊക്കെ നടക്കുന്നത്. ഈ കടവിൽ വെച്ചിട്ടാണ്.
അതുപോലെ തന്നെ വള്ളസദ്യ നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഓരോരുത്തരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന നേർച്ചയാണ് വള്ളസദ്യ എന്ന് പറയുന്നത്. അത് ആർക്ക് വേണമെങ്കിലും നടത്താം. വള്ളസദ്യ നടത്തുന്ന അത്ര നിസ്സാര കാര്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചിലവാണ് വള്ളസദ്യ നടത്തുന്നതിന്. നമ്മൾ വള്ളസദ്യ നടത്തുന്ന സമയത്ത് നമ്മൾ ഏത് വള്ളമാണോ അല്ലെങ്കിൽ ഏത് കരക്കാരെയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഈ കടവിൽ വന്നിട്ട് വേണം സ്വീകരിച്ചുകൊണ്ട് അമ്പലത്തിലോട്ട് പോകാനെക്കൊണ്ട്. ആ സമയത്ത് വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് നമ്മൾ കടവിൽ നിന്ന് അമ്പലത്തിലോട്ട് വരുന്നത്. അതൊക്കെ ഒരു പ്രത്യേക രസമാണ് നമുക്ക്. അതുപോലെ തന്നെ വള്ളസദ്യ നടത്തുന്ന ആൾക്ക് ഇത്ര പാസ് വീതം കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് ബന്ധുക്കാർക്കും അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആ പാസ് കൊടുക്കാവുന്നതാണ്. ആ പാസ് കൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വള്ളസദ്യ കഴിക്കാം. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കസിനാണെങ്കിൽ വള്ളസദ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാനിവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ തന്നെ വള്ളസദ്യ കഴിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ വള്ളക്കടവിലെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ മേളി വന്നപ്പോഴത്തേന് ആൾക്കാരൊക്കെ പോയി കേട്ടോ. പിന്നെ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ 1-2 പേരുണ്ട്. അവർ ആനക്കൊട്ടിലിൽ ഇരുന്നിട്ട് ഭഗവാനെയൊക്കെ വിളിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളും കുറേ നേരം ആനക്കൊട്ടിലൊക്കെ ഇരുന്ന് കേട്ടോ. ആനക്കൊട്ടിലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതിലൊന്നാണ് തുലാഭാരം. ഇവിടെ വെച്ചാണ് തുലാഭാരമൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിഴക്കേനട കയറി വരുന്നിടത്ത് ആ ഭിത്തിയിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. പഴയകാല ചിത്രങ്ങൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ പഴയകാല ആനകളുടെ ചിത്രം, അതുപോലെ തന്നെ കുചേലൻ്റെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു പഴയ ചിത്രം, ഉണ്ണിക്കണ്ണൻ്റെ ഒരു ചിത്രം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ. പക്ഷേങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫോട്ടോ ഞാൻ എൻ്റെ കണ്ണിൽപ്പെടുന്നതും ഞാൻ കാണുന്നതും. ഉണ്ണിക്കണ്ണൻ്റെ ബാല്യകാലത്തുള്ള ആ ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം, അത് ശരിക്കും നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. ഭഗവാനെ നമ്മൾ നേരിട്ട് നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഫീലിങ്സാണത്. എന്തോ എനിക്കറിയത്തില്ല, ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനി വരുവാണെങ്കിൽ ആ ഫോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് കുചേലൻ്റെ ഒരു പ്രതിമയുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞാൽ ആറന്മുള അമ്പലത്തിലെ പഴയ ആനകളുടെ കുറേ ചിത്രങ്ങളുണ്ട്. വളരെ മനോഹരമാണ് ചിത്രങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അതിൽ 1-2 ആനയുടെ ചിത്രം നമ്മൾ നോക്കിയേ. തുമ്പിക്കൈയുടെ നീളം. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ട് ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്. നേരിട്ടും കണ്ടിട്ടുണ്ട്, ഫോട്ടോയും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും തുമ്പിക്കൈ നീളം, ഇത്രയും തറയിൽ, പകുതിയും തുമ്പിക്കൈ തറയിലാണ്. ഇങ്ങനൊരു ആനയുടെ ഫോട്ടോ ചിത്രം ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ. ഒരുപാട് ആനകളുടെ ചിത്രമുണ്ട്. എല്ലാം ഒന്നിലൊന്ന് മെച്ചമാണ്. നമുക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നത്തുള്ളൂ. അത്രയ്ക്കും മനോഹരമായ ചിത്രങ്ങളാണ്. അങ്ങനെ ഭഗവാനെ മനസ്സ് നിറയെ കണ്ടു തൊഴുതു. അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഇനി നമുക്ക് ഒരു കാഴ്ചയുടെ കാണാണ്ട് വേറൊന്നുമല്ല, ആറന്മുളയിലെ പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി. അന്നേരം നമ്മൾ ആറന്മുള കണ്ണാടി കാണാനെ കൊണ്ടാണ് ഇനിയും പോകുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഏറ്റവും പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി കാണാതെ പോകുന്നത് ശരിയല്ല. അന്നേരം വേണ്ട, ഇതാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. എന്നിട്ട് കടയിൽ കയറിയിട്ട് കണ്ണാടിയുടെ റേറ്റൊക്കെ ചോദിച്ചു. മേടിക്കാനൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആറന്മുള കണ്ണാടിക്കൊക്കെ നല്ല റേറ്റാണ്. ഏറ്റവും ചെറുതിന് സ്റ്റാർട്ടിംഗ് പ്രൈസൊക്കെ 1500 രൂപയാണ്. പിന്നെ അതിൻ്റെ വലുപ്പം അനുസരിച്ച് 1500 തൊട്ട് 4500, പിന്നെ അങ്ങനെ അങ്ങോട്ട് കൂടും. ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് മേടിക്കാനായിട്ട് തന്നെ വരുന്നവരുണ്ട്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.